ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ജോ ആൻഡ് ജെനി സ്റ്റോറീസ്. എല്ലാവരും സുഖമായിരിക്കുന്നു. ഞങ്ങളൊക്കെ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നൊരു ചെറിയ മോർണിംഗ് വ്ലോഗാണ്. ഇന്ന് ജോക്കുട്ടനെ കല്ലേറ്റിൻകര നിപ്മറിലേക്ക് കൊണ്ടുപോകേണ്ട ദിവസമാണ്. അപ്പോൾ അവന് ഫുഡൊക്കെ കൊടുത്തിരുത്തിക്കാണ്. ഞാനപ്പോൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. ഇന്നപ്പോൾ കാലത്ത് ചോറാണ് കഴിക്കുന്നത്. അപ്പോൾ കടലക്കറിയും അച്ചാറൊക്കെ ഉണ്ട്. ജോക്കുട്ടന്റെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പൊ അവന് ചേട്ടൻ ലോഷനൊക്കെ പറ്റി കൊടുക്കാം. അവന് ചേട്ടൻ ഡ്രസ് ചേഞ്ച് ചെയ്യിക്കുന്ന സമയത്ത് ഞാൻ പോയി കുളിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ എന്നെ സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യട്ടെ. അക്വാളജിക്കയുടെ പ്രൊഡക്ട്സ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് അക്വാളജിക്കയുടെ ഹൈഡ്രേറ്റ് പ്ലസ് റീഫ്രഷിംഗ് ടോണിംഗ് മിസ്റ്റ് ആണ്. ഞാൻ ശരിക്കും സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് 2-3 മാസമായിട്ടുള്ളൂ. ഇടയ്ക്കൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ട്, മടിയൊക്കെ കാരണം കൊണ്ട്. അങ്ങനെ മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ ഇട്ടതിന് ശേഷം ചെറിയൊരു മേക്കപ്പിലേക്ക് കടക്കാണ്. കുറച്ച് പൗഡർ വാരി തെച്ച് പൊട്ടുകുത്തി കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ട എന്റെ മേക്കപ്പ് തീർന്നു. പക്ഷെ അതിനും കുറെ സമയം എടുക്കണമെന്നാണ് കെട്ടിയവന്റെ പരാതി. അപ്പൊ മേക്കപ്പ് ഒക്കെ തീർന്നിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. അപ്പൊ മഞ്ഞക്കളി ആയിട്ടാണ് പോണത്. ആ സമയം കൊണ്ട് ചേട്ടൻ ജോക്കുട്ടനെ ഷൂസ് ഒക്കെ ഇടിക്കുകയാണ്. ഇന്ന് ജോക്കുട്ടനെ നിപ്മറിൽ 2 ഡോക്ടേഴ്സിനെയും പിന്നെ 2-3 തെറാപ്പിസ്റ്റുകളൊക്കെ കാണിക്കാനുണ്ട്. അപ്പൊ അവരെ കാണിച്ചു കൊടുക്കാനായിട്ട് ജോക്കുട്ടന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ എടുക്കണം. ഡിസ്ചാർജ് സമ്മറിയും MRI ഒക്കെ. ഇതൊക്കെ എടുത്തു വെച്ചോണ്ടിരിക്കുന്ന സമയത്ത് ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, നിന്റെ ഒരുക്കൊക്കെ തീർന്നപ്പോഴേക്കും മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ട്, ഇനി എങ്ങനെയാ പോണേന്ന്. കല്ലേറ്റിൻകരയ്ക്ക് അധികം ദൂരമൊന്നും ഇല്ലാത്തതുകൊണ്ട് മഴ മാറി നിൽക്കുന്ന സമയത്ത് ബൈക്കുമ്മ പോവാന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ആ പ്ലാൻ പൊളിഞ്ഞു. ആ ഒരു സങ്കടത്തിൽ ഞാൻ മ്ലാനവധിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടും മഴയൊക്കെ ഒതുങ്ങാണ്ടായപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷ പിടിച്ച് പോവാണ്. ചേട്ടൻ ബൈക്കുമ്മയാണ് വരുന്നത്. ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു പോരണ സമയത്ത് മഴയൊന്നും ഇല്ലെങ്കിൽ ബൈക്കുമ്മ വരാലോ എന്ന് വെച്ചിട്ടാണ് ചേട്ടൻ ബൈക്ക് എടുത്തിട്ട് വരുന്നത്. ഞങ്ങളപ്പം ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്, കല്ലേറ്റിൻകര നിപ്മർ. ഇവിടെ ഫിസിക്കലി ഡിസേബിൾഡ് ആയ കുട്ടികൾക്കുള്ള തെറാപ്പീസും പിന്നെ സ്പെഷ്യൽ സ്കൂളൊക്കെയാണ് ഉള്ളത്. അതിന്റെ ബേസിലുള്ള 2-3 കോഴ്സൊക്കെ അവിടെ പഠിപ്പിക്കണമൊക്കെ ഉണ്ട്. ആഴ്ചയിൽ 3-4 ദിവസമൊക്കെ ഡോക്ടേഴ്സും ഇരിക്കുന്നുണ്ട്. ഫിസിയോതെറാപ്പിയുടെ ഡോക്ടർ, ഡയറ്റീഷ്യന്റെ ഡോക്ടർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ജോക്കുട്ടന് ഇന്ന് 2 ഡോക്ടേഴ്സിന് കാണാനുണ്ട്. അപ്പോൾ അവർക്കുള്ള 100 രൂപ ഫീസ് അടച്ചിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാണ് ഫിസിയോതെറാപ്പിയുടെ ഡോക്ടറെ കാണാനായിട്ട്. ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നില്ല. അരമണിക്കൂറിൻ്റെ അടുത്താവും ഡോക്ടർ വരുന്നു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മുകളിലേക്ക് പോവാണ്. 5th ഫ്ലോറിലുള്ള ഒരു ഡോക്ടറെയും കൂടി ജോക്കുട്ടനെ കാണിക്കാനുണ്ട്. ഡെവലപ്മെന്റൽ ആൻഡ് ബിഹേവിയറൽ പീഡിയാട്രീഷ്യനാണ്. ഡോക്ടറുടെ പേര് കീർത്തി എന്നാണ്. ഞങ്ങൾ 5ാമത്തെ നമ്പർ ആയതുകൊണ്ട് കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റത്തെ ആളെ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ നേരം കൊണ്ട് കുറച്ച് നേരം ജോക്കുട്ടനെ നടത്താമെന്ന് വിചാരിച്ചു. അവൻ്റെ ലെഫ്റ്റ് സൈഡൊക്കെ വീക്കാണ്, അതുകൊണ്ടാണ് അവൻ അങ്ങനെ നടക്കുന്നത്. ഞങ്ങളുടെ നമ്പറായപ്പോൾ ഞങ്ങൾ കീർത്തി ഡോക്ടറെ കാണാനായിട്ട് കയറി. ജോക്കുട്ടന് കാലത്ത് മരുന്നൊക്കെ കൊടുത്തിട്ട് വന്നുകൊണ്ട് ആ നേരായിപ്പിക്കാൻ അവനൊന്ന് മയങ്ങിയായിരുന്നു. ഡോക്ടർ ജോക്കുട്ടന്റെ കാലിന്റെ മസിൽസിന്റെ ബലവും തലയൊക്കെ പരിശോധിക്കണം. അത് കഴിഞ്ഞ് ഫിസിയോതെറാപ്പിയുടെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും ഫസ്റ്റ് ഫ്ലോറിലേക്ക് തന്നെ വന്നു. ഡോക്ടറിന്റെ പേര് സൗമ്യ എന്നാണ്. എന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ നോക്കിയതിന് ശേഷം ഡോക്ടർ അവന്റെ അസസ്മെന്റ് ഒക്കെ ചെയ്യാണ്. ഡോക്ടറെ കണ്ടിറങ്ങിയതിന് ശേഷം ഞങ്ങളൊന്ന് ചായ കുടിക്കാൻ വിചാരിച്ചു. അപ്പൊ അപ്പുറത്തെ ബിൽഡിങ്ങിൽ പോയിട്ട് അവിടുത്തെ ക്യാൻറ്റീനിൽ പോയി ചായ കുടിക്കാണ്. 2 സമൂസയും പിന്നെ ഒരു ഉഴുന്നുവടിയൊക്കെ മേടിച്ച് കഴിച്ചു. നിപ്മറിൽ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് താഴെ പാർക്കൊക്കെ ഉണ്ട്. അതിന്റെ അപ്പുറത്ത് പാടൊക്കെ കാണാനുണ്ട്. ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ പീഡിയാട്രിക് ഫിസിയോതെറാപ്പിയുടെ അവിടേക്കാണ് പോണത്. ജോക്കുട്ടനെ ഫിസിയോതെറാപ്പിക്ക് ഒക്കെ കൊണ്ടുവന്നിട്ട് ഒരുപാട് നാളുകളായി. അവന് വയ്യായ കൂടുതലായിപ്പോയി. പിന്നെ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. ഏകദേശം ഒരു 8 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ മാഡത്തിന്റെ പേര് ഷെൽവി എന്നാണ്. പീഡിയാട്രിക് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു തെറാപ്പിസ്റ്റ് ആണ് ആള്. 45 മിനിറ്റാണ് ഒരു തെറാപ്പിയുടെ സെഷൻ വരുന്നത്. ആ സെഷൻ ഫുള്ളും ജോക്കുട്ടൻ കരച്ചിൽ തന്നെ ആയിരിക്കും. പക്ഷെ ആള് കരഞ്ഞാലും നന്നായിട്ട് ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്. ഇപ്പൊ ജസ്റ്റ് അസസ്മെന്റ് എടുക്കാനാണ് വന്നത്. തെറാപ്പിയൊക്കെ നെക്സ്റ്റ് വീക്ക് തൊട്ട് ചെയ്യാനാണ് പ്ലാൻ. ഈ ബിൽഡിങ്ങിന്റെ പല ഭാഗത്തും ഇതുപോലുള്ള നല്ല മോട്ടിവേഷൻ തരുന്ന പല കോട്ടുകളും എഴുതിയിട്ടിട്ടുണ്ട്. ഇനി ഞങ്ങൾ പിയാൻഡോയിലെ വിദ്പ്രിയ മാഡത്തിനെ കാണാനായിട്ട് കയറിക്കാണ്. ജോക്കുട്ടൻ ലെഫ്റ്റ് സൈഡ് കുറച്ച് വീക്കാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അവന്റെ ലെഫ്റ്റ് സൈഡിലെ കാലിന് ചെറിയ ഏറ്റക്കുറച്ചിലുണ്ട്. അതുപോലെ തന്നെ നമുക്കുള്ളത് പോലെ അവന്റെ കാൽപാദത്തിൽ ഒരു ആർച്ച് ഷേപ്പ് ഇല്ല. ആ ഒരു ഷേപ്പ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് അവന് എപ്പോഴും ഷൂ ഇടിക്കണം. അപ്പൊ അതിനുള്ള മെഷർമെന്റ് ഒക്കെ എടുക്കണം. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിലുള്ള ഡെവലപ്മെന്റൽ തെറാപ്പിസ്റ്റിനെ കാണാൻ പോണം. വീണ എന്നാണ് പേര്. നിപ്മർ ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും ഫുള്ളി ഗവൺമെന്റ് അല്ല ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യണത്. 2005 ഈ സ്ഥാപനം തുടങ്ങിയത്. ഇവിടെ ഉള്ളവരെല്ലാം ഗവൺമെന്റ് എംപ്ലോയീസ് ഒന്നല്ല, കോൺട്രാക്ട് ബേസിസിലൊക്കെയാണ് നിൽക്കുന്നത്. ചിലവരൊക്കെ ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. വീണ മേഡം കുറച്ച് തിരക്കിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളോട് അസസ്മെന്റ് എടുക്കാനായിട്ട് വേറൊരു ദിവസം വരാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ജോക്കുട്ടന് ഷൂസ് മേടിക്കാനായിട്ട് ആളൂർക്ക് പോവാണ്. അവന് 2 ഷൂസ് വേണമെന്നാണ് പിയാൻഡോ എന്ന് പറഞ്ഞത്. അപ്പൊ വീട്ടിലിടാനുള്ള ഷൂസ് മേടിക്കാനാണ് പോണത്. ഈ കാണുന്നത് ചേട്ടന്റെ അമ്മ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്, DCC. ഞങ്ങളപ്പോൾ ആളൂരുള്ള ഒരു ചെരുപ്പ് കടയിൽ കയറിക്കാണ് ജോക്കുട്ടന് വീട്ടിലിടാനായിട്ട് ഷൂസ് മേടിക്കാൻ.
ജോക്കുട്ടൻ ഉറങ്ങുമ്പോൾ ഒഴിച്ച് ബാക്കി സമയം ഫുള്ള് പരമാവധി അവനെ കൊണ്ട് ഷൂസ് ഇടിക്കണം എന്നാണ് പിയാൻഡോ എന്ന് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ ഷൂസ് മേടിച്ച് അവിടെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. ഇനി അത് നാളെ കിട്ടുള്ളൂ. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം കല്ലേറ്റിങ്ങര തന്നെയുള്ള ഒരു കടയിൽ നിന്ന് ഞങ്ങൾ സർബത്തും ഒരു ജ്യൂസും കുടിച്ചു. അപ്പൊ ഇന്നത്തെ അലച്ചിലൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു മെസ്സേജ് അയക്കും സെഷൻസ് ഒക്കെ ഫ്രീ ഉണ്ടെങ്കിൽ, അതിനനുസരിച്ച് ജോക്കുട്ടനെ അവിടേക്ക് കൊണ്ടുപോകണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തോളൂ. ബൈ.